അപ്പൊ കേസ് നമുക്കൊരു വരാല കിട്ടിയിട്ടുണ്ട് കേട്ടോ. അച്ഛൻ ഇവിടെ വരാലിനെ വളർത്തുന്നുണ്ടേ. അപ്പൊ കുളത്തിലൊരു ചൂണ്ടയിട്ടപ്പോൾ കിട്ടിയതായിരുന്നു. ഏകദേശം 2 കിലോന്റെ വരാലാണ്. ഇത് നമ്മളിന്ന് ഗ്രില്ല് ചെയ്യാൻ പോവാ കേട്ടോ. അങ്ങനെ നമ്മുടെ വരാലിനെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി മുറിച്ച് ഗ്രില്ല് ചെയ്യാൻ പാകത്തിനൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാന്താരി മുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളിയും പെരിഞ്ചീരകവും, പിന്നെ കുറച്ച് കുരുമുളകായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ മസാല എല്ലാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് പൊടി ഇട്ടിട്ടാണ് ഞാൻ അരച്ചെടുത്തത്. ഇനി ഇത് നമുക്ക് മീനിലേക്ക് ഇട്ടിട്ട് നന്നായി തേച്ച് പിടിപ്പിക്കാം കേട്ടോ. മസാല എല്ലാം തേച്ചതിന് ശേഷം നമ്മൾ 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എന്നാലാണ് നന്നായി മീനിലേക്ക് മസാല എല്ലാം പിടിച്ചിരിക്കത്തുള്ളൂ. അങ്ങനെ മീനിൻ്റെ 2 ഭാഗവും വരയൊക്കെ ഇട്ടിട്ടാട്ടോ നമ്മൾ മസാല ഇട്ട് വെച്ചിരിക്കുന്നത്. ഇനി ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം കേട്ടോ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഗ്രില്ല് ചെയ്യാനുള്ള ചാർക്കോളെല്ലാം അച്ചുവേട്ടനും ഈശി ബേബിയും കൂടി കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് കല്ലും കഞ്ഞോണ്ടിരിക്കാൻ നല്ല രസമാണ്. നമ്മുടെ കനലെല്ലാം നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി ഗ്രില്ലിലേക്ക് മീൻ വെച്ച് കൊടുക്കാവേ. അങ്ങനെ നമ്മുടെ മീനെല്ലാം മറിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫാമിലി ആയിട്ട് ഇങ്ങനെ ഇരുന്ന് ഗ്രില്ല് ചെയ്യാനും രാത്രി തണുപ്പൊക്കെ അല്ലേ, നല്ല ഭയങ്കര രസമാട്ടോ. എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഗ്രില്ല് ചെയ്യുന്നത്. പക്ഷേ ഗ്രില്ല് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ബട്ടർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മീനെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗ്രില്ലിൽ നിന്ന് മാറ്റിയിട്ട് അതേക്ക് കൊണ്ടുപോവാം. നമ്മുടെ വരാല് ഗ്രില്ല് ചെയ്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിന് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൊറോട്ടയാണ്. നമ്മുടെ വരാല് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ തന്നെ, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഇപ്പൊ തന്നെ നല്ല മണം വരുന്നുണ്ട്. ബട്ടറിന്റെയും അതിൻ്റെ കൂടെ തന്നെ ആ കുരുമുളകും പിന്നെ കാന്താരിയും എല്ലാം കൂടിയിട്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ട്രൈ നോക്കണേ. പിന്നെ അഭിപ്രായങ്ങൾ പറയാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ.